വെൽക്കം ടു ജോളീസ് കുളീന. ഇന്ന് ക്യാരറ്റ് കൊണ്ടുള്ളൊരു പിക്കിളാണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 200 ഗ്രാം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് പീൽ ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതിനെ ചെറിയ പീസസ് ആക്കി ഇങ്ങനെ വെട്ടുന്നു. ഈ പീസസിനെ വീണ്ടും നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി വെട്ടുന്നു. തീരെ കനം കുറച്ചല്ല, കുറച്ച് കട്ടി കൂട്ടി വേണം നമ്മളത് കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. കണ്ടോ, ഈ ഒരു രീതിക്ക് വേണം ഇതിനെ കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. അപ്പോൾ മുഴുവൻ കട്ട് ചെയ്ത് മാറ്റി. ഇനിയിപ്പോൾ 200 ഗ്രാം പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി തുടച്ച് വെള്ളമയമില്ലാതെ എടുക്കണം. നന്നായിട്ട് കഴുകി തുടച്ച് തന്നെ എടുക്കണം. ഇതിൻ്റെ മധ്യഭാഗത്തായിട്ട് ഓരോ കീറലിങ്ങനെ ചെറുതായിട്ടൊന്ന് കീറി കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെ കീറി മുഴുവൻ മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ ക്യാരറ്റും പച്ചമുളകും മുഴുവൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും പച്ചമുളകും മുങ്ങി നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാത്രത്തിൽ വെള്ളം എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഞാൻ 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് വെള്ളം നന്നായി തിളച്ച ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും പച്ചമുളകും ഇട്ട് കൊടുക്കുകയാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു പിക്കിളായിരിക്കും. ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും 2 ടേബിൾ സ്പൂൺ വിനാഗിരി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു സ്പൂണിട്ട് നന്നായിട്ട് ഇളക്കിയൊന്ന് യോജിപ്പിക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് അടുപ്പിൽ നിന്നും വാങ്ങി വെക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യണം. അടുപ്പിൽ നിന്ന് മാറ്റി വെക്കണം. എന്നിട്ട് തണുത്ത ശേഷം ഒരു കുപ്പിയിലേക്ക് മാറ്റാം നമുക്ക്. ഇപ്പോൾ ക്യാരറ്റും പച്ചമുളകും കൊണ്ടുള്ള പിക്കിൾ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പിക്കിളാണ്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കേ.